കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. കെയർ ഹോമുകളും ഹോം കെയർ പ്രൊവൈഡർമാരും മെഡിക്കലി ഫിറ്റായ ആളുകളെ ആശുപത്രിയിൽ നിന്ന് എടുക്കുന്നതിനായി ആഴ്ചകൾ കാത്തിരിക്കുന്നത് മൂലം 14,000-ഓളം NHS ബെഡുകൾ ആവശ്യമുള്ള രോഗികൾക്ക് നൽകാനാകാതെ NHSകൾ വലയുന്നു. ഈ പ്രതിസന്ധി നേരിടാൻ മന്ത്രിമാരോട് വിദഗ്ധർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. UK-യിലെ 4 രാജ്യങ്ങളിലായിട്ടുള്ള 568 കെയർ ഹോമുകളിലും ഹോം കെയർ പ്രൊവൈഡർമാരിലും നടത്തിയ സർവേയിൽ സോഷ്യൽ കെയർ കോസ്റ്റ് എങ്ങനെ പേ ചെയ്യപ്പെടും എന്ന തർക്കം കാരണമാണ് ഈ അനാസ്ഥ ഉണ്ടായതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. NHS ഹോസ്പിറ്റൽ സ്റ്റാഫ് നൽകുന്ന തെറ്റായതോ അപര്യാപ്തമായതോ ആയ വിവരങ്ങൾ, പ്രോപ്പർ ആശയവിനിമയത്തിന്റെ അഭാവം എന്നിവയും രോഗികൾ ആശുപത്രി വിടാൻ വൈകാൻ കാരണമാകുന്നുണ്ടെന്ന് കണ്ടെത്തി. ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിൽ ഒരാഴ്ചക്കുള്ളിൽ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്ത് കെയർ ഹോമിൽ പ്രവേശിക്കുന്നതായും, എന്നാൽ സ്കോട്ട്ലൻഡിൽ ഇത് 2 ആഴ്ച പിടിക്കുന്നതായും, വെസ്റ്റ് മിഡ്ലൻഡ്സിലെയും യോർക്ക്ഷയറിലേക്കും കെയർ ഹോമുകളിലേക്കുള്ള പ്രവേശനം 3 ആഴ്ചയിലധികം സമയമെടുക്കുന്നുണ്ടെന്നും കണ്ടെത്തി. ജൂലൈയിൽ മാത്രം 12,326 മെഡിക്കലി ഫിറ്റായ ആളുകളെ ഈ സമയദൈർഘ്യം മൂലം തക്ക സമയത്ത് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കാതിരുന്നതായും സർവേ കണ്ടെത്തി. ഈ വാർത്ത കേൾക്കുന്നതോടൊപ്പം തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. UK-യിലെത്തുന്ന ഫോറിൻ നഴ്സസിന്റെ ദുരിതങ്ങളെക്കുറിച്ചുള്ള RCN റിപ്പോർട്ട് പുറത്ത്. UK-യിൽ ജോലിക്ക് വരുന്ന നിരവധി ആളുകൾക്ക് അവർ വന്നതിന് ശേഷം 5 വർഷത്തേക്ക് ക്ഷേമ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിയമങ്ങൾ കാരണം വിദേശത്തു നിന്നുള്ള NHS നഴ്സുമാരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയാണ്. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പണം കടം വാങ്ങാനും ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ തീർക്കാനും ഭക്ഷണമില്ലാതെ കഴിയാനും അവർ നിർബന്ധിതരാകുന്നു. നഴ്സുമാർ താൽക്കാലിക വിസയിലാണ്, അതായത് അനിശ്ചിത കാലാവധിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് 5 വർഷത്തേക്ക് കുട്ടികളുടെ ആനുകൂല്യം, ഭവനാനുകൂല്യം, സാർവത്രിക ക്രെഡിറ്റ് എന്നിവ ക്ലെയിം ചെയ്യുന്നതിൽ നിന്ന് അവരെ തടയുന്ന പബ്ലിക് ഫണ്ടുകൾക്ക് യാതൊരു സഹായവുമില്ല എന്ന നിയമത്തിന് വിധേയരാണ്. ആദായ നികുതിയും ദേശീയ ഇൻഷുറൻസും അടച്ചിട്ടും വിദേശ പരിശീലനം നേടിയ നഴ്സുമാർക്ക് ആനുകൂല്യങ്ങൾ നേടാൻ കഴിയാത്തതിനാൽ ഈ നിയമം മാറ്റണമെന്ന് RCN മന്ത്രിമാരോട് അഭ്യർത്ഥിക്കുന്നു. 3000-ലധികം വിദേശ നഴ്സുമാരിൽ നടത്തിയ ഒരു സർവേ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ ഈ നയം UK-യിൽ ജോലിക്ക് വരുന്ന ആളുകളെ ശിക്ഷിക്കുന്ന തരത്തിലുള്ളതാണെന്നും ഇത് കാരണം അന്താരാഷ്ട്ര നഴ്സിംഗ് സ്റ്റാഫുകളുടെ കൂട്ടപലായനത്തിന് ഇടയാക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ജീവനക്കാരില്ലാത്ത UK ആരോഗ്യ സേവനത്തിൽ ഇതിനകം തന്നെ 40,000-ഓളം നഴ്സുമാരുടെ ഒഴിവുകളുണ്ട്. കടം വാങ്ങിയ തുക തിരികെ കൊടുക്കാനും ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ പേ ചെയ്യാനും വേണ്ടി വീക്കെൻഡുകളിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ടെന്നും അതുകാരണം കുട്ടികളിൽ നിന്ന് അകന്നിരിക്കുന്നതായും രാത്രികളിലും വാരാന്ത്യങ്ങളിലും ശിശുപരിപാലനത്തിനായി സുഹൃത്തുക്കളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടെന്നും സർവേയിൽ പങ്കെടുത്ത നഴ്സസ് പറഞ്ഞു. ആനുകൂല്യങ്ങളിൽ കാണിക്കുന്ന വിവേചനം ഉടനെ തന്നെ മാറ്റണമെന്നും നഴ്സസ് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭയും കുടിയേറ്റക്കാർക്കുള്ള നിയമം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ടിലെ RCNന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പെട്രീഷ്യ മാർക്യൂസ് പറയുന്നത്, നിലവിലെ വ്യവസ്ഥിതി കുടിയേറ്റക്കാർക്ക് നികുതി അടക്കുമ്പോഴും ആഭ്യന്തര പരിശീലനം ലഭിച്ച സഹപ്രവർത്തകർ ചെയ്യുന്ന അതേ ജോലികൾ ചെയ്തിട്ടും അവർക്ക് സുപ്രധാന ആനുകൂല്യങ്ങളിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുന്നു. ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട കുടിയേറ്റ നഴ്സിംഗ് ജീവനക്കാർ അവരുടെ നഴ്സിംഗ് ചെയ്യാൻ മറ്റെവിടെയെങ്കിലും തിരഞ്ഞെടുക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഇത് UK-യിലെ രോഗികളുടെ പരിചരണത്തിന് ഒരു ദുരന്തമായി തീരും. സമീപ വർഷങ്ങളിൽ NHS വിദേശ ജീവനക്കാരെ കൂടുതൽ ആശ്രയിക്കുന്നു. ഇംഗ്ലണ്ടിലെ 1/3 നഴ്സും 36% ഡോക്ടർമാരും ഇപ്പോൾ UK പൗരന്മാരല്ല. വിസ റൂൾസ് ടൈറ്റൻ ചെയ്തതിനു ശേഷം 80% കുറവ് ഹെൽത്ത് കെയർ വിസകളാണ് ഹോം ഓഫീസ് അനുവദിച്ചിരിക്കുന്നത്. RCNന്റെ കണ്ടെത്തലുകളോ മാറ്റത്തിനായുള്ള അഭ്യർത്ഥനയോടോ ലേബർ സർക്കാർ നേരിട്ട് പ്രതികരിച്ചിട്ടില്ല. ലണ്ടനിനടുത്തുള്ള ഡാബൻഹാമിലെ റെസിഡൻഷ്യൽ കെട്ടിട സമുച്ചയത്തിന് തീപിടിച്ചു. ഇന്ന് അതിരാവിലെ 3 മണിക്കാണ് കെട്ടിടത്തിന് തീപിടിച്ചത്. കുറച്ച് താമസക്കാരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 2023 പലവിധ സുരക്ഷാ കാരണങ്ങളാൽ ഫയർ എൻഫോഴ്സ്മെന്റ് ടീം ഈ കെട്ടിടത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഇപ്പോഴത്തെ തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഹോം ഓഫീസ് തിരച്ചിലുകൾ ശക്തമാക്കുന്നു. കഴിഞ്ഞയാഴ്ച ഹോം ഓഫീസിന്റെ കീഴിലുള്ള ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ റെയ്ഡിൽ അനധികൃതമായി ജോലി ചെയ്യുന്നു എന്ന് സംശയിക്കുന്ന 75 പേർ അറസ്റ്റിലായി. 225 സ്ഥാപനങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നത്. അനധികൃത കുടിയേറ്റക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി നൽകുന്ന കാർ വാഷ് കേന്ദ്രങ്ങളിലാണ് കൂടുതൽ റെയ്ഡുകൾ നടന്നത്. UK നിയമമനുസരിച്ച് അനധികൃത അഭയാർത്ഥികൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽദാതാവിന് 5 വർഷം തടവും 60,000 പൗണ്ട് വരെ ശിക്ഷ ലഭിക്കാവുന്നതുമാണ്. മനുഷ്യക്കടത്ത് സംഘങ്ങളുമായി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ബന്ധം പുലർത്തുന്നത് അനുവദിക്കാനാകില്ലെന്നും ഹോം സെക്രട്ടറി വെയ്റ്റ് കൂപ്പർ പറഞ്ഞു. കുടിയേറ്റക്കാരെ അവരുടെ ജീവൻ പണയം വെച്ച് UK-യിൽ എത്തിക്കുകയും നിയമപരമല്ലാത്ത ജോലി നൽകുകയും ചെയ്യുന്ന പ്രവണത ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. മനോഹര വാഗ്ദാനങ്ങൾ നൽകി UK-യിൽ അനധികൃതമായി എത്തുന്ന ഇവർ മോശം സാഹചര്യങ്ങളിൽ വളരെ കുറഞ്ഞ വേതനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇത് അവസാനിപ്പിക്കാനാണ് റെയ്ഡ് ആസൂത്രണം ചെയ്തതെന്നും ഹോം സെക്രട്ടറി പറഞ്ഞു. അനധികൃത കുടിയേറ്റം തടയുവാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും നിയമലംഘനം നടത്തുന്നവർക്ക് കർശന ശിക്ഷ ഉറപ്പുവരുത്തുമെന്നും ഹോം ഡിപ്പാർട്ട്മെന്റ് വക്താവ് പറഞ്ഞു. വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളിലാണ് ഇത്തരം അനധികൃത തൊഴിലാളികൾ കഴിഞ്ഞുകൂടുന്നതെന്ന് ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. മിനിമം വേതനത്തേക്കാൾ കുറവ് വേതനം നൽകി ഇവരെ കൊണ്ട് അധികം മണിക്കൂറുകൾ ജോലി ചെയ്യിപ്പിക്കുന്നു.
ചില തൊഴിലുടമകൾ അത്യാവശ്യമായ ആനുകൂല്യങ്ങൾ പോലും നൽകുന്നില്ല. വരും നാളുകളിൽ കൂടുതലിടങ്ങളിൽ റെയ്ഡ് നടത്തുമെന്നും ഹോം ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഏത് പ്രായത്തിലും ബ്രിട്ടീഷുകാർ ജോലി ചെയ്യാൻ തയ്യാറാണെന്നുള്ള പുതിയ കണക്കുകൾ പുറത്ത്. 60-നും മുകളിൽ വയസ്സിലുള്ള ബ്രിട്ടീഷുകാർ സെൽഫ് എംപ്ലോയിഡ് ജോലികൾ ചെയ്യുന്നത് 1 മില്യൺ കടന്നുവെന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 33% വർധനവാണ് ഈ ഏജ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന സെൽഫ് എംപ്ലോയിഡ് ജോലിക്കാരിൽ വന്നിരിക്കുന്നത്. പലർക്കും സ്വയം തൊഴിൽ എന്നത് മികച്ച ഓപ്ഷനാണെന്നും ഇത് അവരെ സജീവമായി നിലനിർത്തുമെന്നും കമ്മ്യൂണിറ്റിയിലെ തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്താൻ ഇടയാക്കുമെന്നും റെസ്റ്റ് ലൈഫ് ചീഫ് എക്സിക്യൂട്ടീവ് സ്റ്റുവർട്ട് ലൂയിസ് പറയുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ ജീവിത ചിലവ് വർധനവ് സംസ്ഥാന പെൻഷനെ മാത്രം ആശ്രയിച്ചു കഴിയുന്നവർക്ക് വെല്ലുവിളിയായിരിക്കുന്നതും പ്രായം 70-ന് ശേഷവും തൊഴിലിൽ തുടരാൻ ബ്രിട്ടീഷേഴ്സിനെ പ്രേരിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. 2023 യുകെയിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ 23% പേർ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരും 49% പേർ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്ന 60 വയസ്സിന് മുകളിലുള്ള 10 ലക്ഷം പേരിൽ 2,28,086 പേരും 70 വയസ്സിന് മുകളിലുള്ളവരാണെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. +2 പാസ്സാകാത്തവർക്ക് പോലും 1 ലക്ഷം രൂപ ശമ്പളം. റിക്രൂട്ട് ചെയ്തത് 320 മലയാളികളെ. കേരളത്തിലെ 24 ഏജന്റുമാർ കുടുങ്ങും. ഓൺലൈൻ പണത്തട്ടിപ്പ് നടത്തുന്ന കമ്പനികളിലേക്ക് മലയാളികളെ റിക്രൂട്ട് ചെയ്ത സംഭവത്തിൽ കേരളത്തിലെ 24 ഏജന്റുമാർക്കെതിരെ മനുഷ്യക്കടത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ സൈബർ ഡിവിഷൻ ADGP H. വെങ്കിടേഷ് ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. 320 പേരെയാണ് കേരളത്തിൽ നിന്ന് കംബോഡിയയിലെ കമ്പനികൾക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്തത്. +2 പാസ്സാകാത്തവർക്ക് പോലും 1 ലക്ഷം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തായിരുന്നു നിയമനം. കമ്പ്യൂട്ടർ പരിജ്ഞാനവും മൊബൈൽ ഫോൺ പ്രാവീണ്യമുള്ളവർക്ക് വിസ നൽകി. കേരളത്തിൽ തിരിച്ചെത്തിയ 35 പേരുടെ മൊഴിയെടുത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കോൾ സെന്ററുകളിൽ ജോലി എന്നായിരുന്നു മിക്കവരോടും പറഞ്ഞിരുന്നത്. ടൂറിസ്റ്റ് വിസയിൽ പോയി നിശ്ചിത സമയം കഴിഞ്ഞ് തിരികെ വരാത്തവരും ഈ ജോലിയിൽ കയറിയെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിലും റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് പങ്കുണ്ടായിരുന്നു. വിയറ്റ്നാം, കംബോഡിയ, മ്യാൻമാർ എന്നിവിടങ്ങളിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ പോയി നിശ്ചിത കാലാവധി കഴിഞ്ഞും തിരികെ വരാത്ത 2000 പേരുടെ പട്ടിക പരിശോധിച്ച് ഇവരെ കൊണ്ടുപോയ ഏജന്റുമാർക്കെതിരെയും മനുഷ്യക്കടത്തിന് കേസെടുക്കും. പ്രവാസി മലയാളികൾ അതതു രാജ്യങ്ങളിൽ രാഷ്ട്രീയ വിജയങ്ങൾ നേടുന്നത് തുടർക്കഥയാകുന്നു. ശ്രീ സോജൻ ജോസഫ് ആദ്യ ബ്രിട്ടീഷ് മലയാളി MP-ആയി UK പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മലയാളിയുടെ അടുത്ത രാഷ്ട്രീയ വിജയഗാഥ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ചരിത്രത്തിലാദ്യമായി ഓസ്ട്രേലിയയിൽ നിയമസഭാംഗമായി മലയാളി ജിൻസൺ ആൻഡോ. നോർത്തേൺ ടെറിട്ടറി സംസ്ഥാന പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് പത്തനംതിട്ട സ്വദേശി ജിൻസൺ ആൻഡോ ചാൾസ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആൻഡോ ആന്റണി MP-യുടെ സഹോദരപുത്രനായ ജിൻസൺ ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. നഴ്സിംഗ് ജോലിക്കായി 2011 ഓസ്ട്രേലിയയിലെത്തിയ അദ്ദേഹം നോർത്ത് ടെറിട്ടറി സർക്കാരിന്റെ ടോപ്പ് ആൻഡ് മെഡിക്കൽ ഹെൽത്ത് ഡയറക്ടറായും ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചററായും സേവനമനുഷ്ഠിക്കുന്നു. ഓസ്ട്രേലിയയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ മലയാളികൾ മത്സരിച്ചിരുന്നെങ്കിലും വിജയത്തിലെത്തുന്നത് ഇതാദ്യമാണ്. ഓസ്ട്രേലിയയിൽ വാഹനാപകടത്തിൽ തിരുവനന്തപുരം സ്വദേശി മരിച്ചു. ഓസ്ട്രേലിയയിലെ ബൊണോഗിനിയിലുണ്ടായ വാഹനാപകടത്തിൽ തിരുവനന്തപുരം സ്വദേശിയും ഗോൾഡ് കോസ്റ്റിൽ റൊബീന ഹോസ്പിറ്റൽ ഡോക്ടറുമായ ആഗ്നോ അലക്സാണ്ടറുടെ മകനുമായ ബെഞ്ചമിനാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. വ്യാഴാഴ്ച വെളുപ്പിനുണ്ടായ അപകടത്തിൽ ബെഞ്ചമിനും മറ്റ് 4 സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന കാർ തലകീഴായി മറിഞ്ഞു. വാഹനമോടിച്ചിരുന്ന ബെഞ്ചമിൻ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. മറ്റ് സുഹൃത്തുക്കളെ ഗുരുതരമായ പരിക്കുകളോടെ ഗോൾഡ് കോസ്റ്റ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ടെലഗ്രാം സഹസ്ഥാപകനും CEO-യുമായ പവൽ ദുരോവ് അറസ്റ്റിൽ. പാരീസിലെ ബുർഗോ വിമാനത്താവളത്തിൽ വെച്ചാണ് ദുരോവ് അറസ്റ്റിലായത്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ നിയോഗിക്കപ്പെട്ട ഫ്രാൻസിലെ ഏജൻസിയായ OFM-IN ദുരോവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. വഞ്ചന, മയക്കുമരുന്ന് കടത്ത്, സൈബർ ഇടത്തിലെ ഭീഷണിപ്പെടുത്തൽ, സംഘടിത കുറ്റകൃത്യങ്ങൾ, തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ദുരോവിനെതിരെ ചുമത്തപ്പെട്ടതെന്നാണ് സൂചന. എല്ലാവരും ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.